ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ആൽക്കഹോൾ ഫ്രീ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റുള്ള ഒരു പ്ലം കേക്കാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഫോട്ടോ കേക്ക് ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിരുന്നു നമ്മൾ ഏത് ടിപ്പ് വെച്ചിട്ടാണ് അത് ചെയ്തതെന്ന്. ഞാൻ ഐസിങ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് വിൽട്ടൺ 789 എന്ന് പറയുന്ന ഈ ഒരു ടിപ്പാണ്. ഇതിൻ്റെ ഒരു വശം ഫ്ലാറ്റും മറ്റേ വശം ഇതുപോലെ കോമ്പ് പോലെ നമ്മൾ ബാസ്ക്കറ്റ് വ്യൂ ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടിപ്പാണിത്, അതിൻ്റെ വലുത്. പിന്നെ മറ്റേത് ഇതായിരുന്നു 1M, വിൽട്ടൺ 1M. ഇതാണ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് കാണിക്കണമെന്ന് കുറേ പേര് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് വീഡിയോയുടെ ഫസ്റ്റിൽ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 1 മിനിറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോറീസിൽ. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ ഗ്രേപ്പ് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സോക്ക് ചെയ്ത് വെച്ചവരുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലാത്തവർ സോക്ക് ചെയ്ത് വെക്കാത്തത് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 150 ഗ്രാം ഉണക്കമുന്തിരി, 50 ഗ്രാം കാഷ്യൂ നട്ട്സുമാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മുങ്ങി നിൽക്കുന്ന അത്രയും നെകക്കെ മാത്രം ഗ്രേപ്പ് ജ്യൂസ് ഒഴിച്ചിട്ട്, ഒരുപാട് ഒഴിച്ചിട്ടില്ല, നെകക്കെ മാത്രം ഗ്രേപ്പ് ജ്യൂസ് ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഒരൊറ്റ ദിവസമേ സോക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് സോക്ക് ചെയ്യാത്തവരും ഇത് ടേസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. സോക്ക് ചെയ്തവർക്കും ഇത് ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് ഓയിലിലേക്ക് 1/4 കപ്പ് ഗ്രേപ്പ് ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. ഗ്രേപ്പ് ജ്യൂസിന് പകരം നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ സോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 1/4 കപ്പിന് പകരം 1/2 കപ്പ് ഗ്രേപ്പ് ജ്യൂസ് എടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 150 ഗ്രാം പഞ്ചസാരയാണ്. ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് ബ്രൗൺ ഷുഗറാണ്, ഡാർക്ക് ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിൽ പഞ്ചസാര ഒന്ന് കരിയിച്ച് അങ്ങനെ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതില്ലാത്തവർ ഒന്ന് പഞ്ചസാര നമ്മളെ ജ്യൂസിനകത്ത് കരിയിച്ച് ചേർത്താൽ മതി. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ സോക്ക് ചെയ്യാത്തതാണെങ്കിൽ അതങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഓറഞ്ചിൻ്റെ ജസ്റ്റ്, ഓറഞ്ചിൻ്റെ തൊലി മാത്രം ഒന്ന് ചെത്തിയെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റർ ഉണ്ടെങ്കിൽ ജസ്റ്ററിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം തിളപ്പിച്ച് കഴിയുമ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുറുകിയിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കുറുകി ഒരു തേനിൻ്റെ നമ്മൾ കുഴമ്പൊക്കെ ഇല്ല അതുപോലെ ഒന്ന് തിക്കായിട്ട് വരും. ആ ഒരു സ്റ്റേജ് ഒരു 10 മിനിറ്റ് മതി. 8 മുതൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. തീ കൂട്ടിക്കഴിഞ്ഞ് അങ്ങനെ കരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഇളം ചൂടിൽ വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു 500 ഗ്രാം വരെ ഫ്രൂട്ട്സ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ച് ഓഫാക്കിയതിന് ശേഷം നന്നായി തണുത്ത് റൂം ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷമാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഞാനിതിലേക്ക് ഒരു 50 ഗ്രാം ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ ഒരു 100 ഗ്രാം ചെറി കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ തിളപ്പിച്ചിട്ടില്ല, ജസ്റ്റ് മിക്സ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനകത്തേക്ക് പ്രൂൺസ് അതുപോലെ ഡേറ്റ്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടത്തിനനുസരിച്ച് 1/2 കിലോ വരെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 1 കപ്പ് മൈദ, അതുപോലെ ഒരു 1/3 കപ്പ് ഇത് കാഷ്യൂ പൗഡറാണ്. കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് പൊടിച്ചിട്ട്, ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, ഞാനിത് വീട്ടിൽ തയ്യാറാക്കിയതാണ്. ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് എണ്ണയൊന്നും ചേർക്കാതെ ഒരു പാത്രത്തിനകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തതാണിത്. ഇതൊരു 1/3 കപ്പുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ ചേർക്കരുത്, ബ്രൗൺ കളറിൽ കിട്ടുന്നതാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് നേരത്തെ പഞ്ചസാര 150 ഗ്രാം പഞ്ചസാരയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്തു. പിന്നെ അതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ബീറ്റർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുത്താൽ മതി. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ബീറ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബീറ്റാക്കിയില്ലെങ്കിലും കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. 1 കപ്പ് മൈദ,
1/3 കപ്പ് കാഷ്യൂ പൗഡർ. മൈദയ്ക്ക് പകരം ആട്ടയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിക്കാം. 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ സിന്നമൺ പൗഡർ. സിന്നമൺ പൗഡർ മാത്രമേ ഞാൻ ഇതിനകത്തേക്ക് ഫ്ലേവറിന് വേണ്ടി ചേർത്തിട്ടേ ഉള്ളൂ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായി ഇടഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ട ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഗ്രേപ്പ് ജ്യൂസിന് പകരം ഓറഞ്ച് ജ്യൂസോ വേറെ എന്തെങ്കിലും ജ്യൂസ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ ജ്യൂസ് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ചേർത്ത് അടിക്കരുത്. വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇടാം. ഫ്രഷ് ജ്യൂസ് ആയിരിക്കണം. അതിൽ നിന്ന് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് കിട്ടുന്ന ആ ഒരു ശരിക്കും അതിൻ്റെ ആ ഒരു സത്താണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് നന്നായി ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓവൻ വേണമെന്ന് നിർബന്ധമല്ല. നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിൽ കുക്കറിനകത്തോ അതല്ലെങ്കിൽ ഇഡ്ഡലിക്കുട്ടകത്തിനകത്തോ എന്തിൽ വേണമെങ്കിൽ ഉപ്പോ മണലോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു കാഷ്യൂ പൗഡർ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതിനേക്കാളും നല്ല നമ്മൾ കാഷ്യൂ വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. അതിനാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ പ്ലം കേക്കിൻ്റെ ഫ്ലേവർ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ മിക്സും ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കൃത്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും മനസ്സിലാക്കിയെടുക്കാമെന്ന് എനിക്കറിയാം. പിന്നെ ഈ ഒരു റെസിപ്പി ഞാൻ കൗമുദി ടി വിയിൽ പാചക പരിപാടിയിൽ കഴിഞ്ഞ വർഷം നടന്ന ഒരു പാചക പരിപാടിയിൽ ജജി മാം എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടതാണ്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അവരുടെ റെസിപ്പിയിൽ കുറേ കൂടെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ബേക്കിംഗ് ടൈമും അതുപോലെ ഇൻഗ്രീഡിയൻസിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റ്, നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കേക്കിന് വരുന്നത്. നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് ബേക്കിംഗ് ടൈം. 45 മിനിറ്റ് ബേക്കാക്കി എടുത്തതാണ്. ഇത് ഒരു 40 മിനിറ്റ് 35 മിനിറ്റൊക്കെ ചിലപ്പോൾ ഓവൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ വരും. നമുക്കിത് തണുക്കാനായിട്ടൊന്ന് വയർ റാക്കിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നും ടേസ്റ്റ് ആണെന്നും നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയ സമയത്ത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാനും കരുതിയിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ അല്പം ഗ്രേപ്പ് ജ്യൂസിനകത്തേക്ക് 1 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. ആ ഒരു ജ്യൂസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ റമ്മും വൈനൊക്കെ ബ്രഷ് ചെയ്യുന്നതിന് പകരമായിട്ട് അത് കഴിക്കാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ആയിട്ടിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരാഴ്ച മുൻപൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ക്രിസ്മസിന് എടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. ഇത് പിന്നെ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ സമയത്ത് തന്നെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും തോന്നില്ല. ശരിക്കും ഒരു തണുത്ത് നല്ലൊരു 2 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നത് എന്താ കട്ട് ചെയ്ത് കാണിക്കാത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നത് കൊണ്ടാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ കേക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു. അത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്. രുചിയേറും മലബാർ വിഭവങ്ങൾ എന്നാണ് എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര്. കുക്ക് വിത്ത് റോഷ്ന എന്ന് പേജ് ബാർ കുക്ക് വിത്ത് റോഷ്ന എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുള്ള കറക്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.